എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ബോളിവുഡിലേക്ക് തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്തുള്ള ഹൊറർ കാറ്റഗറിയിലെ അവഞ്ചേഴ്സ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്, മറ്റൊന്നുമല്ല സ്ത്രീ. കാരണം എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫ്രാഞ്ചൈസ് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മൊത്തം 4 നമുക്കിപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തത് 2018 ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സ്ത്രീ സിനിമയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുൺ ധവാന്റെ BD ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റീസെന്റ് മൂഞ്ചിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂഞ്ചിയ സിനിമ എന്ന് നമുക്ക് പറയാൻ പറ്റും, അത്യാവശ്യം നല്ലൊരു സിനിമ തന്നെയായിരുന്നു, അത് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് സ്ത്രീൻ്റെ 2ാം പാർട്ടാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് തന്നെ. സോ എങ്ങനെയുണ്ട് സ്ത്രീ? കാരണം ഹൊറർ കോമഡി എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി റീഡിഫൈൻ ചെയ്തെടുത്തതായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ MCU പോലെ തന്നെയാണ് സത്യം പറഞ്ഞാൽ സ്ത്രീ ഈ ഒരു ബോളിവുഡിനകത്ത് അവരുടെ ഈ ഒരു ഹൊറർ ഫ്രാഞ്ചൈസ് ഉണ്ടായിക്കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഏറ്റവും പുതിയ സിനിമ എങ്ങനെയുണ്ട്, നിങ്ങളിത് തിയേറ്ററിൽ പോയി കാണണോ, സിനിമ കണ്ട പേടിക്കുവോ ചിരിക്കുവോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു റിവ്യൂവിൽ നോക്കാൻ പോണത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ ആരുടെയും ടൈം കളയുന്നില്ല, നേരെ തുടങ്ങിക്കളയാം. സോ അത് തന്നെ നമുക്ക് സ്പോയിലർ ഫ്രീ ആയിട്ട് ഈ ഒരു സിനിമയുടെ പ്ലോട്ടിനകത്ത് എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നതെന്ന് നമുക്ക് നോക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഡയറക്റ്റ് 2018 ഇറങ്ങിയിട്ടുണ്ടായിരുന്ന സ്ത്രീൻ്റെ ഒരു സീക്വൽ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു സിനിമയുടെ എൻഡിങ് ഒത്തിരി തന്നെ ആൾക്കാർ ഇൻ്റർനെറ്റിൽ ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു എൻഡിങ് ആയിരുന്നു നമുക്ക് സത്യം പറഞ്ഞാൽ സ്ത്രീ 2018 നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് തന്നെ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ നേരെ അതിൻ്റെ ഡയറക്റ്റ് സീക്വൽ എന്ന് വരുമ്പോൾ നമുക്ക് കുറേ പ്രതീക്ഷകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് ഇതിനകത്തും കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒറ്റ വാക്കിൽ ഞാൻ ഇത്രയേ പറയുള്ളൂ, സ്ത്രീ VS സർ കട്ട പുരുഷായിട്ടുള്ളൊരു വാറാണ് നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് ത്രൂ ആയിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് അതിൻ്റെ ഇടയിൽ കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കാര്യങ്ങൾ, സ്ത്രീയുടെ കുറേ അധികം ഒറിജിൻസ്, അങ്ങനെയും കുറേ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഓവറോൾ ഞാൻ ഇത്രയും പറയുള്ളൂ. സ്റ്റോറി സംബന്ധമായി നമ്മൾ ആക്ച്വലി ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി മാത്രമാണ്. അതേന്ന് പറഞ്ഞാൽ അതിൻ്റെ റൈറ്റിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു സ്റ്റോറിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആസ് എ ഒരു മൂവി, ഒരു കോമഡി, ഒരു ഹൊറർ ഫിലിം എന്നുള്ള രീതിയിൽ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ അവർക്ക് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. സോ ഇനി നിങ്ങൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്തിരുന്ന ക്വസ്റ്റിൻ്റെ ആൻസറിലേക്കാണ് നമുക്ക് കിടക്കാം. കാരണം ഒബ്വിയസ്ലി ഇതൊരു ഹൊറർ കോമഡി സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്കകത്തുള്ള ഹൊറർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഉണ്ട് കുറേയധികം ഇതിൽ ജെംസ്കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ സിറ്റുവേഷണൽ ഹൊറേഴ്സും അവർ നമ്മളെ കാണിച്ചിട്ടുണ്ട്. മൊത്തത്തോടെ സൈക്കോളജിക്കൽ അല്ല. അതായത് ആദ്യത്തെ സിനിമയ്ക്കകത്ത് നമ്മൾ കുറച്ചധികം രീതി സൈക്കോളജിക്കൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് കുറച്ചും കൂടി സിറ്റുവേഷണൽ ഹൊററും അത് കൂടാതെ ജെംസ്കെയറും പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള കുറേ പേടിപ്പിക്കുന്ന ഹൊറേഴ്സും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ആ ഒരു ഹൊറർ കാറ്റഗറി അവർ സൂപ്പറായിട്ട് ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. യെസ്, പേടിക്കും, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. ആൻഡ് പേടിക്കും എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ തന്നെ ഇതിനകത്തുള്ള കോമഡി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കോമഡിയും അവർ ആദ്യത്തെ സിനിമയുടെ ആ ഒരു ലെവലിൽ തന്നെ അവർക്ക് ഇതിനകത്തും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കുറേയധികം രീതിയിലുള്ള നല്ല കുറേ കോമഡീസ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു രീതിയിൽ നമ്മൾ നോക്കണമെങ്കിൽ കുറേയധികം അഡൾട്ട് കോമഡീസ് നമുക്ക് ഈ ഒരു സിനിമയ്ക്ക് ത്രൂ ഔട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിന് ഏറ്റവും വലിയ ക്രെഡിറ്റ് കൊടുക്കേണ്ട മറ്റാർക്കുമല്ല, പങ്കജ് ത്രിവാടിക്ക് തന്നെയാണ്. ആസ് ഒരു ആക്ടർ, ആസ് ഒരു കോമഡി ടൈമിങ് എന്നുള്ള രീതിയിലെല്ലാം നമ്മൾ നോക്കുവാണെങ്കിലും പുള്ളിക്കാരൻ പൊളിച്ചടുക്കിയിട്ടുണ്ട്. ആൻഡ് ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു ബാലൻസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഹൊററിനകത്താണെങ്കിലും കോമഡിക്കകത്താണെങ്കിലും അവർക്ക് ആ ഒരു ബാലൻസ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കാരണം പല സിനിമകളും ഹൊറർ കോമഡി ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും കൂടിയിരിക്കുന്നത്. ചില സമയത്ത് ഒത്തിരി ഹൊററായി പോകും, ചില സമയത്ത് ഒത്തിരി കോമഡി ആയി പോകും. പക്ഷേ ആ ഒരു പെർഫെക്റ്റ് ബാലൻസ് എന്താണെന്നുള്ളൊരു കാര്യം നമ്മൾ സ്ത്രീ 2 കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആൻഡ് അത് ഇതിൻ്റെ ഡയറക്ടറിന് വലിയൊരു കഴിവാണെന്നുള്ളൊരു കാര്യം തന്നെ എനിക്ക് പറയാൻ സാധിക്കും. സോ ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു സിനിമയ്ക്കകത്തുള്ള വിഷ്വൽ എഫക്ട്സും CGയും നിങ്ങൾക്ക് അത്യാവശ്യം സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു CGയും VFXും ആണ് നമുക്ക് ത്രൂ ഔട്ട് സിനിമയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അത് കൂടാതെ തന്നെ അവർക്ക് ഒരു പോയിന്റും കൂടി ഞാൻ എക്സ്ട്രാ കൊടുക്കും. കാരണം അവർ കുറേയധികം രീതിയിലുള്ള സ്പെഷ്യൽ എഫക്ട്സ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും VFXും CGയും വെച്ച് ചെയ്യാനല്ല അവർ ഉദ്ദേശിക്കുന്നത്. കുറേയധികം അതായത് മെനക്കെട്ട് സ്പെഷ്യൽ എഫക്ട്സ് അവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് ഇനിയും നമുക്ക് ഇതേപോലത്തെ സിനിമയിൽ കാണാൻ കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഈ ഒരു സിനിമയുടെ മറ്റൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇനി നമ്മൾ ഈ ഒരു സിനിമയ്ക്കകത്തുള്ള മെയിൻ കാസ്റ്റിലേക്ക് നോക്കിയാൽ എടുത്തു പറയേണ്ടത് തന്നെയാണ് ശ്രദ്ധ കപൂർ. ഒരിക്കൽ കൂടി ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ കോറായിട്ടുള്ളൊരു ക്യാരക്ടറാണെന്നുള്ളൊരു കാര്യം പുള്ളിക്കാരി കാണിച്ചു തന്നിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ സ്ക്രീൻ ടൈം കുറച്ച് കുറവാണെങ്കിൽ തന്നെ
പുള്ളിക്കാരി ഉള്ള ഓരോ സീനും വളരെ കിടിലനായിട്ട് തന്നെ പുള്ളിക്കാരിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ആ ഒരു ക്യാരക്ടറിന് ഇതിനകത്ത് കുറേ കൂടി മൾട്ടിപ്പിൾ ലേയേഴ്സ് അവർ നമ്മളെ കാണിച്ചിട്ടുണ്ട്. അതെല്ലാം പുള്ളിക്കാരി സൂപ്പറായിട്ട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നീട് എടുത്ത് പറയേണ്ട രാജ്കുമാർ റാവിനെ കുറിച്ച് തന്നെയാണ്. പുള്ളിക്കാരൻ ഒരു കിടിലനായിട്ടുള്ളൊരു ആക്ടർ തന്നെയാണ്. ആൻഡ് പുള്ളിക്കാരൻ്റെ ആക്ടിങ് സ്കില്ല് കോമഡിയുടെ കാര്യത്തിലാണെങ്കിലും ഹൊറർ വരുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ റിയാക്ഷനിലൊക്കെ ആണെങ്കിലും സൂപ്പറായിട്ട് തന്നെ പുള്ളിക്കാരൻ്റെ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇവർ രണ്ടുപേരും നല്ല കട്ടക്കായിട്ടുള്ളൊരു ആക്ടിംഗ് ആണ് നമുക്ക് എന്താണെങ്കിലും ത്രൂ ഔട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ എന്തുകൊണ്ടാണ് ഞാൻ ആക്ച്വലി സ്ത്രീ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ നമ്മുടെ ബോളിവുഡിലെ ഹൊറർ ഫ്രാഞ്ചൈസിലെ അവഞ്ചേഴ്സ് എന്നുള്ളൊരു കാര്യം പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഇപ്പോൾ അടുത്തിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് സ്ത്രീ 2 ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. അതായത് പറഞ്ഞാൽ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സ് അവർ ബിൽഡ് ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സിനിമയായിട്ടുള്ള സ്ത്രീ 1, പിന്നെ വരുൺ ധവാന്റെ ബീഡിയ, അത് കൂടാതെ തന്നെ മൂഞ്ചിയ, പിന്നെ സ്ത്രീ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ. ഇനി സ്ത്രീ 3 ഓൾറെഡി ലോഡിങ്ങിലാണെന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ അത് ഒരു കണക്റ്റഡ് യൂണിവേഴ്സ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ അടുത്തിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡെഡ്പൂൾ ആൻഡ് വുൾവറിൻ സിനിമയൊക്കെ ഇറങ്ങിയപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്തായിരുന്നു? കമിയോ ഫെസ്റ്റിൽ തന്നെയായിരുന്നു. ഈ സിനിമയ്ക്കകത്ത് നമുക്ക് കമിയോ ഫെസ്റ്റ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ അതായത് ഞാൻ ഈ സ്ത്രീ യൂണിവേഴ്സിൽ പറഞ്ഞിട്ടുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആരാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കമിയോ എന്നുള്ളൊരു കാര്യം തന്നെ. ഞാൻ സ്പോയിലർ ആക്കുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കുന്നത് തന്നെ ഞാൻ പറയുള്ളൂ. ആൻഡ് അതുകൂടാതെ തന്നെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ചെയ്യാറുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് പോസ്റ്റ് ക്രെഡിറ്റ് സീനും മിഡ് ക്രെഡിറ്റ് സീനും. അതും ഈ സിനിമയ്ക്കകത്തുണ്ട്. 2 പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്, ഒരു മിഡ് ക്രെഡിറ്റ് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും ഉണ്ട് ഇതിനകത്ത്. ഇത് രണ്ടും നിങ്ങൾ കണ്ടിട്ടേ ഇറങ്ങാമല്ലോ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഒരെണ്ണം ഒരു കിഡിലനായിട്ടുള്ളൊരു ടീസും കൂടിയാണ് നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത്. അടുത്തത് എന്താണ് ഈ ഒരു യൂണിവേഴ്സിൽ സംഭവിക്കാൻ പോകുന്നതൊരു കാര്യം തന്നെ. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് പുതിയ സ്ത്രീ സിനിമയെക്കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യം. പക്ഷെ എന്നാലും എനിക്ക് അതിനകത്ത് ഒരു പോരായ്മ എനിക്ക് പറയാനുണ്ട്. വളരെ ചീപ്പായി പോയി സ്ട്രേഞ്ചർ തിങ്സിൻ്റെ പോസ്റ്റർ ഡയറക്റ്റ് കോപ്പി അടിച്ചത്. എന്തിന്? യാ ഓക്കെ. സോ എൻ്റെ ഈ ഒരു സിനിമയുടെ ഫൈനൽ റേറ്റിംഗ് എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 8 out of 10. നിങ്ങൾക്ക് ധൈര്യമായി ഈ ഇൻഡിപെൻഡൻസ് ഡേയുടെ സമയത്ത് നിങ്ങൾക്ക് തിയേറ്ററിൽ ഫാമിലി ആയിട്ട് പോയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൊറർ കോമഡി സിനിമ തന്നെയാണ് സ്ത്രീ 2. പക്ഷേ ഇത് കാണുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ ഫിലിമുകൾ കൂടി കണ്ടിരുന്നു കഴിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് പറയാനുള്ളത് തന്നെ. അറ്റ്ലീസ്റ്റ് സ്ത്രീ 1 എങ്കിലും നിങ്ങൾ കണ്ടിരിക്കണം. BDM മൂഞ്ചിയും അത് കഴിഞ്ഞിട്ട് കണ്ടാൽ മതി. BDA ഇപ്പോൾ OTTയിൽ അവൈലബിൾ തന്നെയാണ്. മൂഞ്ചി അടുത്തത് തന്നെ ഈ മാസത്തിൽ തന്നെ OTTയിൽ കാണാൻ സാധിക്കുന്നത് തന്നെയായിരിക്കും. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ട് പേടിച്ചോ? നിങ്ങൾക്ക് കമിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാതെ തന്നെയാണ്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.